നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോൾ തയ്യാറാക്കിയാലോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. വേഗം വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്താൽ വേഗം വഴണ്ടി വരും. ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതൊന്ന് വഴണ്ടി വന്ന ശേഷം ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 എണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാലയും അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വേവിച്ച് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബീഫ് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇത് നന്നായി വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു 2 പൊട്ടാറ്റോ, ഒരു മീഡിയം സൈസ് വരുന്ന 2 പൊട്ടാറ്റോസ് ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് കൊറിയാണ്ടർ ലീവ്സ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ മിക്സ് ഒന്ന് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ നേരം കൊണ്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇത് മുക്കിയെടുക്കാനുള്ള ബാറ്ററാണ്. അതിനായിട്ട് 1 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററാക്കി എടുക്കണം. അധികം ലൂസാവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് ഒന്ന് മുക്കിയ ശേഷം കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 2:1 റേഷ്യോയിൽ നമ്മുടെ ബ്രെഡും പിന്നെ കോൺഫ്ലേക്സും കൂടി ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് പുറമേ കാണുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നേരത്തെ കോട്ട് ചെയ്തെടുത്തത് നമുക്കിനി ഒന്ന് വറുത്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.